നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഡിസിഷൻസ് എടുക്കുന്ന ഈ ഒരൊറ്റ കാര്യം കൊണ്ടായിരിക്കും, മണി അല്ലെങ്കിൽ ക്യാഷ്. പക്ഷേ ഈ ഒരു ക്യാഷ് നമ്മുടെ ജീവിതത്തിലേക്ക് എങ്ങനെയാണ് വരുന്നതെന്ന് എപ്പോഴേലും ചിന്തിച്ചിട്ടുണ്ടോ? അത് എത്രയാണ് എന്നുള്ളതിലല്ല, ബട്ട് അത് എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് എന്നുള്ളതിലാണ്. പൊതുവെ നമ്മളെല്ലാവരും എങ്ങനെയാണ് കാശ് ഉണ്ടാക്കുന്നത്? നന്നായി പഠിക്കുന്നു, നല്ലൊരു ജോലി കിട്ടുന്നു, ആൻഡ് ഈ ഒരു സൈക്കിള് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നു ജനറേഷനിലായി. പക്ഷേ നമ്മുടെ ഈ ഒരു സിസ്റ്റം ഡിസൈൻ ചെയ്തേക്കുന്നത് ഒരു ഇൻഡസ്ട്രിയൽ ഏജിലാണ് നമ്മുടെ സ്കൂളിംഗ് സിസ്റ്റം ഡിസൈൻ ചെയ്തേക്കുന്നത്. ആൻഡ് ഈ ഒരു ഇൻഫോർമേഷൻ അല്ലെങ്കിൽ ഡിജിറ്റൽ ഏജിൽ ആ ഒരു സിസ്റ്റം ഫോളോ ചെയ്താൽ നമ്മൾ എപ്പോഴെങ്കിലും ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തുമോ? നമ്മളൊന്ന് രണ്ടാൾക്കാരെ നോക്കുകയാണെങ്കിൽ, ഒരാൾ ചിലപ്പോൾ പേ ചെക്ക് ടു പേ ചെക്ക് ആയിരിക്കും ആളുടെ ലൈഫ് ലീഡ് ചെയ്യുന്നത്, ബട്ട് വേറൊരാൾ ഒരു സിസ്റ്റം ജനറേറ്റ് ചെയ്ത ഒരു ഇൻകം വെച്ചിട്ടായിരിക്കും ആളുടെ ലൈഫ് തന്നെ ലീഡ് ചെയ്യുന്നത്. ആൻഡ് ഈ രണ്ടാൾക്കാരുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ ടോട്ടലി ഡിഫറൻ്റ് ആയിരിക്കും. ഇങ്ങനെ ആകാനായിട്ടുള്ള റീസൺ എന്തായിരിക്കും? അവരുടെ ലക്കാണോ, അതോ ഇൻ്റലിജൻസ് ആണോ, അതോ വേറെ എന്തെങ്കിലും ആണോ? ഇതിലേക്ക് കാശ് വരുന്ന രീതി ഒരു സിമ്പിൾ ഫ്രെയിംവർക്കിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനെ പറയുന്നതാണ് ക്യാഷ് ഫ്ലോ ക്വാഡ്രന്റ്. ഇതിനെ പോപ്പുലറൈസ് ചെയ്തത് റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന ബുക്കിലാണ്, റോബർട്ട് ടി കിയോസാക്കി. പക്ഷേ വേറൊരു ബുക്കിൽ ഡെഡിക്കേറ്റ് ആയിട്ട് ഈ ഒരു കൺസെപ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ക്യാഷ് ഫ്ലോ ക്വാഡ്രന്റ് എന്ന് പറഞ്ഞ ബുക്കാണ്. ഈച്ച് ക്വാഡ്രന്റ് റെപ്രസെന്റ് ചെയ്യുന്നത് എംപ്ലോയി, സെൽഫ് എംപ്ലോയ്മെന്റ്, ബിസിനസ് ഓണർ ആൻഡ് ഇൻവെസ്റ്റേഴ്സ്. ഏത് ക്വാഡ്രന്റിലും നമുക്ക് പൈസക്കാരനാവാനും പറ്റും, അതുപോലെ തന്നെ പൈസ ഇല്ലാത്ത ഒരാളായിട്ടും ജീവിക്കാൻ പറ്റും. ഈച്ച് ക്വാഡ്രന്റ് റെപ്രസെന്റ് ചെയ്യുന്നത് കാശുണ്ടാക്കുന്ന രീതി മാത്രമല്ല, കാശിനോടുള്ള നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് കൂടെയാണ്. മണി ഈസ് നോട്ട് ജസ്റ്റ് ലോജിക്കൽ, ഇറ്റ്സ് ഇമോഷണൽ. ആൻഡ് നമുക്ക് കാശിനോട് ഏറ്റവും തീവ്രമായി തോന്നുന്ന ഒരു ഇമോഷനാണ് ഫിയർ ഓഫ് ലൂസിങ് ഇൻകം, ഫിയർ ഓഫ് ലൂസിങ് യുവർ ജോബ്, ആൻഡ് ഫിയർ ഓഫ് അൺസേർണിറ്റി. നമുക്ക് എന്താണോ അറിയാത്തത് അതിനെ പോലും നമ്മൾ ഫിയർ ചെയ്യും. ആൻഡ് ഈ ഒരു ഇമോഷനെ നമ്മൾ എങ്ങനെയാണോ കാണുന്നത് അത് ഡിറ്റർമിൻ ചെയ്യും നമ്മൾ ഏത് ക്വാഡ്രന്റിലാണെന്ന്. ഏറ്റവും കൂടുതൽ ആൾക്കാർ സെക്യൂരിറ്റി ആണ് ചൂസ് ചെയ്യുക ഓവർ ഫ്രീഡം. ഏത് ക്വാഡ്രന്റ് എന്നാണ് നിങ്ങൾ ഇൻകം ജനറേറ്റ് ചെയ്യുന്നത്? അതായത് ക്യാഷ് ഫ്ലോ ക്വാഡ്രന്റ് റെപ്രസെന്റ് ചെയ്യുന്നത് നമുക്ക് ഡിഫറെന്റ് മെത്തേഡിൽ ഇൻകം ജനറേറ്റ് ചെയ്യാന്നാണ്. അതായത് ഒരു എംപ്ലോയി ജനറേറ്റ് ചെയ്യുന്നത് കമ്പനിയുടെ അണ്ടറിലോ പേഴ്സണിൻ്റെ അണ്ടറിലോ വർക്ക് ചെയ്തിട്ടാണ്. ഒരു സെൽഫ് എംപ്ലോയ്മെൻ്റ് ആയിട്ടുള്ള പേഴ്സൺ സ്വന്തം ടൈമിനനുസരിച്ച് വർക്ക് ചെയ്തിട്ടാണ് ഇൻകം ജനറേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഒരു ബിസിനസ് ഓണർ ഇൻകം ജനറേറ്റ് ചെയ്യുന്നത് ആളുടെ സിസ്റ്റംസ് ത്രൂ ആണ്. ആൻഡ് ഒരു ഇൻവെസ്റ്റർ ഇൻകം ജനറേറ്റ് ചെയ്യുന്നത് അയാളുടെ വേരിയസ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ത്രൂ ആയിരിക്കും. അതായത് മണി ജനറേറ്റ്സ് മോർ മണി. നമുക്ക് ഒരു ഡോക്ടറിൻ്റെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ആളുടെ ഒരു 4 ക്വാഡ്രന്റിലെ ലൈഫ് സ്റ്റൈൽ ഞാൻ പറയാം. ഒരാൾ ഡോക്ടർ ആകുന്നത് ക്ലോസ് ടു 8 തൊട്ട് 10 വർഷം MBBSും സ്പെഷ്യാലിറ്റി ഒക്കെ പഠിച്ചിട്ടാണ് ആകുന്നത്. ഇയാൾക്ക് അവിടെ നിന്ന് ഒരു 4 ചോയ്സസ് ആണ് വരുന്നത്. ഒരു എംപ്ലോയി ലൈഫ് സ്റ്റൈലായിട്ട് ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാം. രണ്ടാമതൊരു ഓപ്ഷൻ വരുന്നത് ആൾക്ക് സ്വന്തമായിട്ട് ഒരു ക്ലിനിക്കോ ഒരു സെൽഫ് എംപ്ലോയ്മെൻറ്റ് ലൈഫ് സ്റ്റൈൽ ലീഡ് ചെയ്യാം. ഈ 2 പാർട്ടിൽ ഇയാളുടെ പ്രസൻസ് ഇല്ലാതെ ഇയാൾക്ക് ഒരിക്കലും ഒരു ഇൻകം ജനറേറ്റ് ആകുന്നില്ല. നെക്സ്റ്റ് വരുന്ന ലൈഫ് സ്റ്റൈലാണ് ഒരു ബിസിനസ് ഓണർ ലൈഫ് സ്റ്റൈൽ. ഇവിടെ ആളൊരു ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്യുക, ആൻഡ് അവിടെ ഒരിക്കലും ആളൊരു എംപ്ലോയി ആയിരിക്കില്ല. നെക്സ്റ്റ് വരുന്നത് ഇൻവെസ്റ്റർ ആണ്. അയാൾ പ്രോപ്പറായിട്ട് ആളുടെ റിസോഴ്സസ് മണി അലോക്കേറ്റ് ചെയ്തിട്ട് ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഈ 4ലും ആൾക്കാരുടെ ലൈഫ് സ്റ്റൈൽ ടോട്ടലി ഡിഫറെൻ്റ് ആയിരിക്കും, ഡിഫറെൻറ്റ് ഫിനാൻഷ്യൽ സിറ്റുവേഷൻസും ആയിരിക്കും. എന്താണ് ഒരു സെൽഫ് എംപ്ലോയ്മെന്റും ബിസിനസ് ഓണറും തമ്മിലുള്ള കോർ ഡിഫറൻസ് വരുന്നത്? ഒരു സിമ്പിൾ എക്സാമ്പിൾ ത്രൂ വെച്ച് ഞാൻ പറയാം. നമുക്ക് മക്ഡൊണാൾഡ്സിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു ബർഗർ ഉണ്ടാക്കാൻ പറ്റുമോ? അതിൻ്റെ ഉത്തരം എന്തായാലും പറ്റുന്നതായിരിക്കും. പക്ഷേ മക്ഡൊണാൾഡ്സ് ചെയ്യുന്ന പോലെ 1000 ബർഗറോ അല്ലെങ്കിൽ ലക്ഷക്കണക്ക് ബർഗർ കൺസിസ്റ്റന്റ് ആയിട്ട് ഓൾ ഓവർ ദ ഗ്ലോബ് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ? അതിൻ്റെ ഉത്തരം ഇല്ലാന്നായിരിക്കും. കാരണം മക്ഡൊണാൾഡ്സ് ഒരു ബർഗർ ബിസിനസ് ആയിട്ടല്ല റൺ ചെയ്യുന്നത്, അവരൊരു സിസ്റ്റം ബിസിനസ് ആണ് വർക്ക് ചെയ്യുന്നത്. അതായത് അവർ പ്രൊവൈഡ് ചെയ്യുന്ന ബെസ്റ്റ് ബർഗർ അല്ല, അവരൊരു ബെസ്റ്റ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ദാറ്റ് ഡെലിവേഴ്സ് ഇറ്റ് കൺസിസ്റ്റന്റ്ലി. അതാണ് ഒരു കോർ ഡിഫറൻസ് വരുന്നത് ഒരു സെൽഫ് എംപ്ലോയ്മെന്റ് ആയിട്ടുള്ള ഒരാളും ഒരു ബിസിനസ് ഓണറും തമ്മിൽ. ഒരു ബിസിനസ് ഓണർ ആളുടെ സിസ്റ്റം പ്രോപ്പറായിട്ട് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കും. വർക്ക് അയാളുടെ പ്രസൻസ് പോലും ഇല്ലാണ്ട് കണ്ടിന്യൂ ആകണം. ആൻഡ് ആ സിസ്റ്റം വർക്ക് ചെയ്യുന്ന 2 കോർ പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് PT ആൻഡ് OPM, അതായത് അതർ പീപ്പിൾസ് ടൈം ആൻഡ് അതർ പീപ്പിൾസ് മണി. സെൽഫ് എംപ്ലോയിഡ് ആയ ആൾക്കാർ ഒരു ഹാർഡ് കോർ പെർഫെക്ഷനിസ്റ്റ് ആയിരിക്കും. അതായത് അവർക്ക് അവരുടേതായ സ്റ്റൈലിൽ കാര്യങ്ങൾ ചെയ്യാനായിരിക്കും ഇഷ്ടം. അതായത് സെൽഫ് എംപ്ലോയിഡ് ആൾക്കാർ ഒരു ട്രൂ ആർട്ടിസ്റ്റ് ആയിരിക്കും, എക്സ്പേർട്സ് ഇൻ ദെയർ ഓൺ ഫീൽഡ്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനത്തെ ആൾക്കാരിലേക്ക് പോകാൻ പ്രിഫർ ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഒരു ഡെന്റിസ്റ്റിന്റെ അടുത്തേക്ക് പോവുകയാണെങ്കിൽ ഏറ്റവും പേര് കേട്ട ഒരു ക്ലിനിക്കിലായിരിക്കും നമ്മൾ പോകുന്നത്. ഹെൻറി ഫോർഡ് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, തിങ്കിങ് ഈസ് ദ ഹാർഡസ്റ്റ് വർക്ക് ദെയർ ഈസ്, ദാറ്റ് ഈസ് വൈ വെരി ഫ്യൂ എൻഗേജ് ഇൻ ഇറ്റ്. ബി കാറ്റഗറി ഉള്ള ആൾക്കാരുടെ ഒരു ചിന്താഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈ ഡു it yourself when you can hire someone better to do it. ആ ഒരു രീതിയിലായിരിക്കും അവർ വർക്ക് ചെയ്യുന്നത്.
ഈച്ച് ക്വാഡ്രന്റ് ഡിഫറെന്റ് ആണ്. നമുക്ക് ഡിഫറെന്റ് ക്വാഡ്രന്റ്സ് ഇൻകം ജനറേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഡിഫറെന്റ് സെറ്റ് ഓഫ് സ്കിൽസ് ആണ്, ഡിഫറെന്റ് പേഴ്സണാലിറ്റീസ് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. എല്ലാവർക്കും 4 ക്വാഡ്രന്റിൽ നിന്ന് ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. ബട്ട് ഈ ആൾക്കാർ ഡിഫർ ചെയ്യുന്നത് അവരുടെ കോർ വാല്യൂസ് ബേസ് ചെയ്തിട്ടാണ്. നെക്സ്റ്റ് വരുന്ന കാറ്റഗറിയാണ് ഇൻവെസ്റ്റർ. ഈ ഒരു കാറ്റഗറി വർക്ക് ചെയ്യുന്നത് മണി വെച്ചിട്ട് മോർ മണി ജനറേറ്റ് ചെയ്യാന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ്. കൂടുതൽ ആൾക്കാർ ഇത് അവോയ്ഡ് ചെയ്യാനുള്ള റീസൺ റിസ്ക് എന്ന് പറഞ്ഞൊരു ഫാക്ടർ കാരണമാണ്. സോ ഈ ഒരു വീഡിയോ കൊണ്ട് മനസ്സിലാക്കേണ്ട ഏത് ക്വാഡ്രന്റ് ശരി ഏത് തെറ്റ് എന്നുള്ളതല്ല, എങ്ങനെയാണ് മണി നമ്മുടെ ലൈഫിലേക്ക് വരുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആൻഡ് ആ ഒരു കാര്യം മനസ്സിലാക്കുമ്പോൾ യു വിൽ അണ്ടർസ്റ്റാൻഡ് യുവർ ഇൻകം ഈസ് ലിമിറ്റഡ് ബൈ ഹൗ യു ഏൺ ഇറ്റ്. ആൻഡ് ആ ഒരു കാര്യം ചേഞ്ച് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു കരിയർ ഷിഫ്റ്റ് പോലെയല്ല, ഒരു ടോട്ടൽ മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ആണ് വേണ്ടത്. ആൻഡ് ആ ഒരു ഷിഫ്റ്റ് സംഭവിക്കുമ്പോൾ നമ്മൾ റിസ്കിനെ കാണുന്നതും സെക്യൂരിറ്റിനെ കാണുന്നതും ആൻഡ് ഈവൻ മണീനെ തന്നെ കാണുന്നത് ടോട്ടലി ഡിഫറെന്റ് ആയിരിക്കും. സോ ഒന്ന് ചിന്തിക്കുക, ഏത് ക്വാഡ്രന്റിൽ നിന്നാണ് എന്റെ ഇൻകം ജനറേറ്റ് ആകുന്നതെന്ന്. Because once you see that, you don't just work harder, you start to think differently, and sometimes that's where everything changes.